Yo guys, welcome back to another brand new video. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് യൂറോ യു എസ് ഡിയുടെയും അതുപോലെ GBP USDയുടെയും ഈ വീക്കിലെ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് യൂറോ യു എസ് ഡിന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ യൂറോ യു എസ് ഡിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാനറിലാണ് കറന്റ് മാർക്കറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ട്രേഡിംഗ് റേഞ്ച് നമ്മുടെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച് ഇപ്പോൾ പ്രൈസ് ഉള്ളത് കറണ്ട് ട്രേഡിംഗ് റേഞ്ചിൻ്റെ ഒരു ഡിസ്കൗണ്ട് ലെവലിലുള്ള വലിയ ഗ്യാപ്പ് ലെവലാണ്. നമുക്ക് ഇവിടുന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മൊമെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റ് തരം എന്തെങ്കില്ല ഫോർവേഡ് ടൈം ഫ്രെയിമിൽ വന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷാർപ്പ് റിയാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മേ ബി മാർക്കറ്റ് ഈ ഒരു FEGയിലേക്ക് ഒന്നുകൂടി വന്നതിന് ശേഷം താഴെയുള്ള ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ POയിലേക്ക് മാർക്കറ്റ് വരാനായിരിക്കും പ്ലാൻ. സോ അതുകൊണ്ടായിരിക്കും മാർക്കറ്റ് ഇവിടുന്ന് ഒരു മൊമെന്റം തരാത്തത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ മാർക്കറ്റ് ഇവിടുന്ന് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ മുന്നായിട്ട് മാർക്കറ്റ് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമ്മളെ ഒരു ട്രേഡിംഗ് റേഞ്ചിൻ്റെ തൊട്ട് പ്രീമിയം ലെവലിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഈക്വലോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ട്രേഡ്സുകൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും യൂറോ USDന്റെ കേസിൽ. ഓവറോൾ നമ്മൾ എന്താണ്, ഒരു ബുള്ളിഷ് മാൻഡലാണ്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ലെവൽസ് വരെയെങ്കിലുള്ള ബൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നമുക്ക് ഇവിടെ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ആയിരിക്കും എന്ത് ചെയ്യുക കമ്മിങ് വീക്സിലെ മേജർ ടാർഗറ്റുകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂറോ USDന്റെ കേസിൽ നോക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, GBP USD ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GBP USD സിമിലർ ആണ്. പക്ഷേ GBP USD കറന്റ് ഒരു റേഞ്ചിങ് മോഡിലേക്ക് മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിനു ശേഷം പിന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സ്പാൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഏതൊരു സൈഡിലേക്ക് മാർക്കറ്റ് ഒരു എക്സ്പാൻഷൻ തന്നതിന് ശേഷമായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും കൺഫർമേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഉണ്ടോ എന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾ ഓവർ ഈ ഒരു സ്ട്രക്ചറാണ് പ്രീവിയസ്ലി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബ്രേക്ക് വന്നിട്ടുണ്ട്. സോ നമുക്കൊരു ഈക്വൽ ലോസ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഈക്വൽ ലോസ് മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാബ് ചെയ്ത സമയത്ത് ഫോം വെച്ചിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ലെവൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 1 hour ടൈം ഫ്രെയിമിൽ. ഈ സ്ട്രക്ചർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതും അതുപോലെ ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തൊക്കെ സോ നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 hour ടൈം ഫ്രെയിമിൽ ഫുള്ളി ഫിൽ ചെയ്യാത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. സോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേ ബി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ ഈ ഒരു FEG വരെയുള്ള ഷോർട്ടും ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു വീക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. സോ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈക്വൽ ഹൈ ആയിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വരാതെ മാർക്കറ്റ് മേലോട്ടിനെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം കൺഫർമേഷൻ തരാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പില്ല വൈസ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം കൺഫർമേഷൻ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഈ ഒരു ഹൈ ആണ് നമുക്ക് വൈസ് ലിക്വിഡിറ്റി ആയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഈക്വൽ ഹൈ, ഈ രണ്ട് പോയിന്റുകളാണ് നമ്മളെ ബൈ സൈഡിലെ മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ്. അതുപോലെ സെൽ സൈഡിൽ ഈ ഒരു ട്രെൻഡ് ലിക്വിഡിറ്റിയും അതുപോലെ FEG ആണ് നമുക്ക് മേജർ കൺഫ്ലുവൻസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ എന്ത് ചെയ്യാം, എല്ലാവരും അതിനനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഈ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അതുപോലെ അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടീം ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.